നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഓർക്കുക, ആവർത്തിച്ചോർക്കുക, നമ്മുടെ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഈ നട്ടലിലാണ് ഇന്ത്യ എന്ന അതിമഹത്തായ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്. അതിലെ ഒരു കശേരു പോലും ദുർബലപ്പെടാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ആ നട്ടെല്ല് ഉറപ്പിച്ചു നിർത്താനുള്ള പോരാട്ട ഊർജം ഇന്നും ഈ നാടിൻ്റെ സിരകളിലുണ്ട്. അങ്ങനെ ഒരു നാട്ടിലാണ് ക്രിസ്മസ് ആഘോഷങ്ങളോട് ചിലർ അസഹിഷ്ണുത പുലർത്തുന്നത്. വിദ്യാലയങ്ങളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ തടയുകയും എന്തിന് വഴിയരികിൽ സാന്താക്ലോസിൻ്റെ തൊപ്പിയും ഉടുപ്പും വിൽക്കുന്നവരെ വിരട്ടിയോടിക്കുകയും ചെയ്യുന്ന നാട് എന്ന അപമാനം പേറേണ്ട അവസ്ഥ ഇന്ത്യ എന്ന അതിമഹത്തായ രാജ്യത്തെ ലോകത്തിനു മുന്നിൽ തന്നെ നാണം കെടുത്തുന്നതാണ്. ഉത്തരേന്ത്യയിലെ ചില മതവെറിയന്മാർ മാത്രമായിരുന്നു ഇത്തരം അസഹിഷ്ണുതയുടെ വക്താക്കളെങ്കിൽ മതേതര കേരളത്തിൽ പോലും ഇത്തരം വിഷവിത്തുകൾ തലപൊക്കുന്നു എന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെ പോലും അപകടപ്പെടുത്തുന്നതാണ്. ക്രിസ്മസ് പോലെ ഒരു ആഘോഷത്തെ ഇത്രനാളും അത് ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ മാത്രം ആഘോഷമായിട്ടല്ല ഈ നാട് കണ്ടിട്ടുള്ളത്. അത് എല്ലാവരുടെയും ആഘോഷമാണ്. നക്ഷത്രവിളക്ക് തൂക്കുന്നതും ക്രിസ്മസ് കേക്ക് മുറിക്കുന്നതും ക്രിസ്ത്യൻ വീടുകളിൽ മാത്രമല്ല, മതം നോക്കിയല്ല സാധാരണക്കാരായ മനുഷ്യർ ആഘോഷങ്ങളിൽ പങ്കാളികളാവുന്നത്. സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാനവികതയുടെയും ഒത്തുചേരലായിട്ടാണ് മനുഷ്യർ ക്രിസ്മസിനെ കാണുന്നത്. അവിടേക്ക് വിഷം തീണ്ടാതെ കാക്കേണ്ട ഉത്തരവാദിത്വം ഓരോ ഇന്ത്യക്കാരനുമുണ്ട്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങളോടും എന്തിന് അസഹിഷ്ണുത?